എമ്പുരാൻ വരാൻ പോവല്ലേ? ഷേക്കാൻ്റെ എടുത്തിട്ട് പിന്നെ ആ ദിവസം ഞാൻ കൈ കഴിയില്ല. പോരട്ടെ പുള്ളിയാണ് എനിക്ക് മറ്റേ ഫ്രീഡം തരുന്ന ആൾ. ഇനി റോഡിലേക്ക് ഇറങ്ങുമ്പോൾ വട്ടണം വിട്ട്. അതെ അതെ അതെ. അവിടുത്തെ ചേച്ചിമാര് വരെ വന്ന് മുഖത്ത് നോക്കി അങ്ങ് പറഞ്ഞു ഭയങ്കര വൃത്തികേട്. ഇങ്ങനെ അറിഞ്ഞു ഡോക്ടർ ആവാൻ ആഗ്രഹിച്ചിട്ട് ഫീൽഡിലേക്ക് വന്നൊരു വ്യക്തിയാണ്. പണ്ടത്തെ ആക്ട്രസ് ലിസിയുടെ ഫേസ് കട്ട് ഉണ്ടെന്നൊക്കെ വേറെ തരാം. ലെറ്റർ ചലഞ്ച് അറിയോ? ഇല്ല, അതിനെ പറ്റി ആരും ഇപ്പൊ ഇവിടെ ഇല്ലാന്ന്. ആരാ ആദ്യം പ്രപ്പോസ് ചെയ്തേ? അതൊക്കെ പറയണോ? അല്ലെങ്കിലേ ഞാൻ ഇങ്ങനെ ചെയ്യാൻ ചമ്മലുള്ള ആളാ. പിന്നെ ലൂസിഫറിലെ അയ്യോ പൃഥ്വിരാജ് ഓഫ് കോഴ്സ്. പുള്ളി ഒരു രക്ഷയില്ലാത്തൊരു ഡയറക്ടറാണ്. പോയി ചെന്ന് പൃഥ്വിരാജ് ഇങ്ങനെ എന്റെ മുഖത്ത് പോലും നോക്കിയില്ല. പുള്ളി പിന്നെ ഒട്ടും അത് എനിക്ക് അറിയാത്ത ആളുകൊണ്ടായിരിക്കും അങ്ങനെ എനിക്കൊരു ഫ്രണ്ട്ലി പേഴ്സൺ ആയിട്ട് തോന്നിയിട്ടില്ല. അത്രയും വലിയൊരു ബാനർ, അത്രയും വലിയ സ്റ്റാർസ് ഒക്കെ. പക്ഷെ എന്നാലും എനിക്ക് നാണവാ ഇതിന്റെ കാര്യം ചോദിക്കുമ്പോ. ടൊവിനോയാണോ ഫേവറേറ്റ് ആക്ടർ? ക്രഷ്. നീ ഏതെങ്കിലും ഒരു പടം ചെയ്യുകയാണെങ്കിൽ നിന്റെ മാനേജറായിട്ട് ഞാൻ വരും. ടൊവിനോ അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ മതി. റീസെന്റ് വൈറലായ പിക്കപ്പ് ലൈൻ ഇൻസ്റ്റ തുറക്കാൻ വയ്യായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ആൾക്കാര് ആ മൗനരാഗത്തില് മാനസിക രോഗിയായിട്ട് അഭിനയിക്കുന്ന കുട്ടിയെന്ന് പറയാറുണ്ട്. എന്താ ഞാൻ ശരിക്കും കാനഡയിൽ പോയിരുന്നു എന്റെ ചേച്ചിയുടെ അടുത്ത്. ഞാൻ കുഞ്ഞിനെ കൊണ്ടല്ലേ പോയി, എന്താ ഇങ്ങനെ ചോദിക്കുന്നത്? അങ്ങനെ പറഞ്ഞു വന്നപ്പോഴേ മനസ്സിലായി ഇവർ ഉദ്ദേശിക്കുന്ന അനന്യനെയാണ്. അപ്പൊ ഇവരൊക്കെ കാണാൻ പറ്റി. അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു. അത് അംഗീകരിക്കാൻ പറ്റില്ല. ആങ്കറിങ്, ആക്ടിങ് ഇതൊന്നും ജോലിയായിട്ട് ഇവിടെ ആരും അംഗീകരിക്കുന്നില്ല. ഇത് ഞാൻ തന്നെ കണ്ടുപിടിച്ച ക്വസ്റ്റ്യൻസാ. ഉണ്ട് പക്ഷെ വേണ്ട. ഇതുവരെ ആരും കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല കേട്ടോ. മസ്താനിയാണ് ആദ്യം ഞാൻ എന്നാ ഞാൻ നോക്കി കഴിഞ്ഞിട്ടില്ല. ഹലോ, എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് അവർ ഷോ മസ്തി വിത്ത് മസ്താനി. ഇന്ന് എൻ്റെ കൂടെയുള്ള ഒരു ഗസ്റ്റ് ആരാന്ന് വെച്ചാൽ നമ്മളിലേക്ക് സ്വീകരണ മുറികളിൽ എന്നും ഈവനിങ് വിരുന്ന് വരുന്ന ഒരു വിരുന്നുകാരിയാണ്. എല്ലാ ആൾക്കാരുടെയും ഫേവറേറ്റ് ആണ്. നമ്മുടെ സ്വന്തം ആതിര മാധവാണ്. വെൽക്കം ടു ദി ഷോ. ഹലോ. എനിക്ക് തോന്നുന്നത് എല്ലാവരുടെയും സ്വന്തം അനന്യ എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി. അതെ, അനന്യയുടെ ആ ഒരു ക്യാരക്ടർ ഞാൻ ചെയ്ത് നിർത്തിയിട്ട് ഇപ്പോൾ ഒരു 2 years ആയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും അനന്യ എന്ന് പറയുമ്പോഴാണ് എല്ലാവർക്കും എനിക്കൊന്ന് അറിയുന്നത്. അതെനിക്ക് സന്തോഷം. അതെ, എനിക്ക് ആ ഒരു ക്യാരക്ടർ ആദ്യം നെഗറ്റീവ് ഷെയ്ഡിൽ കൂടി വന്നിട്ട് പിന്നെ പോസിറ്റീവായിട്ട് മാറിയ ക്യാരക്ടർ. അതുകൊണ്ടാണ് തോന്നുന്നു ഇത്രയ്ക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത്. ആ ഒരു നെഗറ്റീവ് ഇത് വന്നിട്ട് തുടക്കത്തിലൊക്കെ എനിക്ക് ഭയങ്കര നെഗറ്റീവ് കമന്റ്സ് ആയിരുന്നു. യൂട്യൂബൊക്കെ എടുത്ത് നോക്കിയാലും എല്ലാത്തിലും ഭയങ്കര നെഗറ്റീവ് ആയിട്ടുള്ള കമന്റ്സ്. അപ്പൊ എനിക്ക് അതൊക്കെ കാണാൻ ഭയങ്കര വിഷമായിരുന്നു. ഞാനിത് ചെയ്യണ്ടായിരുന്നോ അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷെ പിന്നെ ഇങ്ങനെ ക്യാരക്ടർ മാറി. എന്നോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ലൊരു ഇതിലേക്ക് വരും എന്നുള്ളത്. പക്ഷെ സ്റ്റിൽ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. പിന്നെ അത് മാറി വന്ന ആൾക്കാർ ഇങ്ങനെ ഭയങ്കര അക്സെപ്റ്റൻസ് തന്നപ്പോൾ ഹാപ്പി. എനിക്കുള്ള സുമിത്രനെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് ആൾക്കാർക്ക് കുറച്ചുകൂടി ഒരു അക്സെപ്റ്റൻസ്. അതിപ്പോ യൂഷ്വലി ഉള്ളൊരു ഇതാണല്ലോ അമ്മയുടെ ഒരു ഫേവറേറ്റ്. പക്ഷെ അത് കാരണം എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടെന്ന് പറയുന്നില്ല. പക്ഷെ ഇപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ കൂടുതലും വീട്ടമ്മമാരാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഞാനൊന്ന് മുടി വെട്ടിയാൽ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു വേറെ ഷോർട്ട് ഡ്രസ്സ് ഇട്ടാലൊക്കെ ആൾക്കാർക്ക് അത് ഇഷ്ടമല്ല. എല്ലാവർക്കും ഞാൻ ഭയങ്കര ഒരു മര്യാദയുള്ള ഒരു മരുമകളായിട്ട് എന്തിനാ മുടി വെട്ടി അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിക്കും. അപ്പൊ ഇങ്ങനെ വിചാരിക്കും പുറമേ ഉള്ള ഇമേജ് അതാണ് എന്ന്. അപ്പൊ ഞാനെന്ന വ്യക്തി അവിടെ ഇല്ല, അനന്യ മാത്രമേ ഉള്ളൂ. അതാ ഇപ്പൊ ഈ മുടി വെട്ടിയ സമയത്ത് അങ്ങനെ കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. ഈ മുടി വെട്ടിയ സമയത്ത് ഇപ്പൊ ഇഷ്ടംമാതിരി കമന്റ്സ് ഉണ്ട്. ഇപ്പൊ ഞാൻ ജിമ്മില് പോകുമ്പോ അവിടുത്തെ ചേച്ചിമാര് വരെ വന്ന് മുഖത്ത് നോക്കി അങ്ങ് പറഞ്ഞു ഭയങ്കര വൃത്തികേട് കേട്ടോ കാണാൻ. സീരിയസ്ലി അങ്ങനെ അവരങ്ങ് ഓപ്പൺ ആയിട്ട് പറഞ്ഞു മുടി ഉള്ളതായിരുന്നു നല്ലത്. പ്രത്യേകിച്ച് സാരി ഉടുത്ത് മൗനരാഗത്തിൽ വരുമ്പോ ഈ മുടി ഇല്ലാതെ ഒട്ടും കൊള്ളില്ല ഇങ്ങനെ പറയുന്നുണ്ട്. എല്ലാവർക്കും മുടി ഉള്ളതാ ഇഷ്ടം. ഇപ്പോ മൗനരാഗമാണ് കറന്റ്ലി ചെയ്തോണ്ടിരിക്കുന്നത്. എന്തൊക്കെയുണ്ട് അതിന്റെ വിശേഷങ്ങൾ? മൗനരാഗം ഇപ്പൊ ഞാൻ ആ ക്യാരക്ടർ വന്നിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ. അപ്പോൾ ക്യാരക്ടറിന്റെ ആ ഒരു ഇത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കുറച്ച് കൂടുതൽ പെർഫോം ചെയ്യാൻ സാധ്യതകളുണ്ട്. കുറച്ചൊരു വട്ട് പോലെ ആൾക്കാർക്ക് തോന്നും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ആൾക്കാർ ആ മൗനരാഗത്തിൽ മാനസിക രോഗിയായിട്ട് അഭിനയിക്കുന്ന കുട്ടിയല്ലേ എന്ന് പറയാറുണ്ട്.
അപ്പൊ അതിങ്ങനെ കുറച്ച് നമുക്ക് ചെയ്യാനുള്ളത് കൊണ്ട് ഞാൻ ഹാപ്പിയാണ് ആ ക്യാരക്ടറിൽ. അപ്പൊ എനിക്ക് തോന്നുന്നു അനന്യന്ന് ഇപ്പൊ മാറി ഇനിയിപ്പോ മൗനരാഗത്തിലെ ക്യാരക്ടറിലേക്ക് ആൾക്കാർ ഇനി റോഡിലേക്ക് ഇറങ്ങാൻ പറ്റും വട്ടുള്ള അതെ 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 അങ്ങനെ അങ്ങനെ പറയുമായിരിക്കും. ഓക്കെ. പക്ഷെ കുടുംബങ്ങൾക്ക് ഭയങ്കര ഇമ്പാക്ട് ഉണ്ടാക്കിയ ഒരു സീരിയൽ ആയിരുന്നു അല്ലെ, കുടുംബ പ്രേക്ഷകർക്കിടയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പൊ ചോദിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പൊ ഒരു അതിന്റെ ഇപ്പൊ 1000 എപ്പിസോഡ് കഴിഞ്ഞിട്ട് വീണ്ടും അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ ഇനി വീണ്ടും അനന്യ ഫാമിലിയും എന്തോ കാനഡയിൽ എന്തോ നിങ്ങളെ സെറ്റിൽഡ് ആയിട്ടായിരുന്നല്ലോ അത് അവസാനിപ്പിച്ചത്. അപ്പൊ ഇനി തിരിച്ചു വരുമോ, കുടുംബവിളക്കിൽ ഇനി അനന്യനെ കാണാൻ പറ്റുമോ എന്നൊക്കെയാണ് ആൾക്കാർക്ക് ഒരു ആകാംക്ഷ. കുടുംബവിളക്കിൽ എന്തായാലും തിരിച്ചു വരില്ല, പക്ഷെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, സീരിയലിൽ നിന്ന് വിളിച്ചു. പക്ഷെ ആ സമയത്തേക്ക് ഞാൻ മൗനരാഗത്തിൽ ഓൾറെഡി ജോയിൻ ചെയ്തു. നമുക്ക് ഒരു ചാനലിൽ 2 സീരിയൽ അങ്ങനെ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് എന്തായാലും ഇനി ഒരു പക്ഷെ ഞാൻ ജോയിൻ ചെയ്തില്ലായിരുന്നെങ്കിലും ഞാൻ വരില്ലായിരുന്നു. കാര്യം ഞാനിങ്ങനെ എപ്പോഴും ആലോചിക്കും, എന്നെ സംബന്ധിച്ചിടത്തോളം ശരിക്കും എനിക്കൊരു ലക്കായിരുന്നു ആ ഒരു ക്യാരക്ടർ. കാര്യം ഞാൻ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയല്ല. അപ്പൊ ഇങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടി, അത് ഇത്രയും അക്സെപ്റ്റൻസ് കിട്ടി, എനിക്ക് ഒരുപാട് സ്നേഹം കിട്ടി. ഞാൻ ആ ക്യാരക്ടർ നിർത്തിയിട്ട് പോലും ഇപ്പൊ ഈ കാനഡയിലാണെന്ന് പറയുന്നില്ലേ, ഇടയ്ക്ക് ഒരു ചേച്ചി എന്നോട് ഒന്ന് ചോദിച്ചു, എന്താ മോളെ ഇങ്ങനെ കാണിച്ചത്, കൊച്ചിനെ ഇവിടെ ഇട്ടിട്ട് അങ്ങ് പോവുകയാണല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ ഇവര് പറയുന്ന ഞാൻ വിചാരിക്കുന്ന എന്താ, ഞാൻ ശരിക്കും കാനഡയിൽ പോയിരുന്നു എൻ്റെ ചേച്ചിയുടെ അടുത്ത്. അപ്പൊ ഞാൻ കുഞ്ഞിനെ കൊണ്ടല്ലേ പോയ, എന്താ ഇങ്ങനെ ചോദിക്കുന്നത്? ഞാൻ പറഞ്ഞു ഇല്ല, അല്ല എന്നാ വന്ന നാട്ടിൽ? ഞാൻ പറഞ്ഞു കുറേ ദിവസമായി. അങ്ങനെ പറഞ്ഞു വന്നപ്പോഴേ മനസ്സിലായി ഇവർ ഉദ്ദേശിക്കുന്ന അനന്യനെയാണ്. പക്ഷെ അനന്യ എന്നുള്ള ക്യാരക്ടർ ഇപ്പൊ ഞാനല്ല. എന്നാലും ആൾക്കാർ അങ്ങനെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പൊ ഞാൻ അന്ന് തന്നെ ഇങ്ങനെ ഡിസൈഡ് ചെയ്തതാണ്, ഇനി എന്തായാലും അനന്യയായിട്ട് തിരിച്ചില്ല. ഇപ്പം എങ്ങനത്തെ ക്യാരക്ടേഴ്സ് കൂടുതൽ ഇഷ്ടപ്പെടും? നെഗറ്റീവ് കുടുംബത്തിൽ 2 ഷെയ്ഡും ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, പിന്നെ മൗനരാഗത്തിൽ ഇപ്പൊ ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് അങ്ങനത്തെ ഒരു ക്യാരക്ടറും ചെയ്യുന്നുണ്ട്. അപ്പൊ ഏത് ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് കൂടുതൽ ഇങ്ങനെ ഇഷ്ടം ചെയ്യാൻ, അല്ലെങ്കിൽ എല്ലാം ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ? അങ്ങനെയില്ല. അതെ അതെ, ഇപ്പൊ നമ്മൾ കുറച്ച് ഫ്ലെക്സിബിൾ ആണ് എന്ന് കാണുന്നവർക്ക് തോന്നിയാലല്ലേ നമ്മളൊരു നല്ല ആക്ടർ ആവുള്ളൂ. അപ്പോൾ അങ്ങനെ ഇഷ്ടക്കൂടുതൽ എന്ന് പറയാനായിട്ടില്ല. പക്ഷെ അനന്യ എന്നുള്ള ക്യാരക്ടറിൽ എവിടേക്കോ ഞാനുണ്ടായിരുന്നു, എവിടേക്കോ. ഏതിലായിരുന്നു? പോസിറ്റീവിലായിരുന്നോ നെഗറ്റീവ് ഷെയ്ഡിലായിരുന്നു? മേ ബി 2ലും എവിടേക്കോ ഞാനുണ്ട്. കാര്യം എനിക്കിങ്ങനെ പല സീൻസ് ചെയ്യുമ്പോഴൊക്കെ ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് ശരിക്കും എന്നെ പോലെയാണല്ലോ എന്തോ അല്ല ഇനി ഞാനെങ്ങാനാണോ അങ്ങനെ ഒക്കെ തോന്നിയിട്ടുള്ള മൊമെന്റ്സ് ഉണ്ട്. അപ്പോൾ ക്യാരക്ടേഴ്സിൻ്റെ കാര്യം ചോദിക്കുമ്പോൾ ഡെഫിനറ്റ്ലി ഇനിയും നല്ല നല്ല പല ഇപ്പം ഇടയ്ക്ക് വേറൊരു സീരിയൽ ചെയ്തായിരുന്നു. അപ്പോൾ അതിനകത്തൊരു പോലീസിൻ്റെ ക്യാരക്ടറായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു സൂര്യയിൽ ചെയ്ത ആ ക്യാരക്ടറൊക്കെ എനിക്കിങ്ങനെ പുൾ ഓഫ് ചെയ്യാൻ പറ്റുമോ, അത്രയും ബോൾഡായിട്ട് അങ്ങനെയൊക്കെ. പക്ഷേ ലൈക്ക് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അതേപോലെ ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഓക്കെ. ഇപ്പോ എനിക്ക് തോന്നുന്നു സീരിയലിൽ അഭിനയിക്കുന്ന ആൾക്കാർക്ക് കുറച്ചുകൂടി ഫാമിലിയുടെ അക്സെപ്റ്റൻസ് കൂടുതലാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ വീട്ടമ്മമാരും അമ്മമ്മമാരൊക്കെ ശരിക്കും ആ ഒരു ക്യാരക്ടർ നമ്മൾ റിയലി അങ്ങനെയാന്ന് വിചാരിക്കുന്ന കുറെ മുത്തശ്ശിമാരൊക്കെ ഉണ്ട്. ഇപ്പൊ എന്റെ വീട്ടിലുണ്ട്. അപ്പൊ പുറത്തേക്ക് ഇറങ്ങുമ്പോഴുള്ള റെസ്പോൺസ് ഒക്കെ എങ്ങനെ? ശരിക്കും ഇങ്ങനെ വന്ന് സംസാരിക്കും മോളെ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എല്ലാരും ഭയങ്കര കാര്യമാണ്. പുറത്തിറങ്ങുമ്പോഴൊക്കെ ഭയങ്കരമായിട്ട് സത്യം പറഞ്ഞാൽ എനിക്കില്ലേ, ഞാൻ ഇച്ചിരി ഇങ്ങനെ ക്രൗഡ് ഒരുപാട് പേര് വന്ന് ഇങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ചമ്മലാണ്. ഞാനങ്ങനെ ഭയങ്കരമായിട്ട് ഫോട്ടോ എടുക്കണോ ചോദിക്കും, അയ്യോ ചോദിക്കുമോ അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ആളാണ്. പക്ഷെ ചിലരെ അപ്പോൾ വിചാരിക്കും, എനിക്കിങ്ങനെ കമൻസ് ഒക്കെ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒക്കെ. ഭയങ്കര നന്നായിട്ട് സംസാരിച്ചിട്ട് നേരിട്ട് കാണുമ്പോൾ ചിലപ്പോൾ ജാടയാണ്, മുഖത്ത് നോക്കിയില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ എന്നോട് സംസാരിച്ച് കഴിയുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവും ജാടയുടെ അല്ല, എനിക്ക് ചമ്മലാണ്. പക്ഷെ ഈ എല്ലാവരും വന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷവും വേറെയാണ്. ഒരു ദിവസം ഇതുപോലെ രാവിലെ ജിമ്മിൽ പോയിട്ട് വന്നപ്പോൾ 2-3 ചേച്ചിമാർ വന്ന് സംസാരിച്ചു. അന്നത്തെ ദിവസത്തെ ആ ഒരു പോസിറ്റിവിറ്റി ഭയങ്കര കൂടുതലായിരുന്നു. നമ്മളെ ആൾക്കാർ തിരിച്ചറിയാന്നുള്ളത് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമല്ലേ. ഇപ്പൊ മസ്താനിക്ക് തന്നെ പുറത്തിറങ്ങുമ്പോൾ ആൾക്കാർ വന്ന് സംസാരിക്കുമ്പോൾ സന്തോഷം തോന്നില്ലേ, അതേപോലെ എനിക്ക് സന്തോഷമുണ്ട്. കുറെ കുഞ്ഞുങ്ങളൊക്കെ വന്നിട്ട് സെൽഫി ഒക്കെ എടുക്കാൻ ചോദിക്കാറുണ്ട്. അപ്പൊ അതൊക്കെ സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ ഇങ്ങനെ അറിഞ്ഞു ഡോക്ടർ ആവാൻ ആഗ്രഹിച്ചിട്ട് ഈ ഒരു ഫീൽഡിലേക്ക് വന്നൊരു വ്യക്തിയാണ്. അതെങ്ങനെയായിരുന്നു? ഡോക്ടറും ഈ ഒരു ഫീൽഡും ഭയങ്കര എൻറ്റയർലി ഡിഫറെന്റ് അല്ലേ? അപ്പൊ എങ്ങനെ അതിൽ നിന്ന് ഇതിലേക്ക് എത്തിപ്പെട്ടു?
ആക്ച്വലി ഡോക്ടർ ആവാന്നുള്ളത് ചെറുതിലേ തൊട്ടുള്ള നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുമല്ലോ. അപ്പൊ അങ്ങനെ എൻ്റെ മനസ്സിലുള്ള ആഗ്രഹമാണ്. ഞാൻ കുഞ്ഞിലേ ഞാനിങ്ങനെ ഒരു സ്വപ്നം കാണും, ഞാൻ ഡോക്ടറായിട്ട് വീട്ടിലെല്ലാവരെയും നോക്കുന്നു. അങ്ങനെ എനിക്ക് ഡോക്ടർ ആവണം എന്നുള്ളത് എൻ്റെ ചെറുതിലത്തെ ആഗ്രഹമായിരുന്നു. പിന്നെ വളർന്ന് ഞാൻ വളരെ നല്ല രീതിയിൽ എൻട്രൻസ് ഒക്കെ എഴുതിയത് കൊണ്ട് എനിക്ക് അഡ്മിഷൻ ഒന്നും കിട്ടിയില്ല. അപ്പൊ എഞ്ചിനീയറിങ്ങിന് എന്ത് വന്നാലും പോവില്ല എന്ന് തീരുമാനിച്ചിരുന്ന ആളാണ് ഞാൻ. പക്ഷെ ഫൈനലി ഞാൻ എൻ്റെ ലൈഫിൽ എന്തിനു പോയില്ല എന്ന് ആഗ്രഹിക്കുന്നു അതിലേക്ക് തന്നെ ഞാൻ പോകും. ഇതുവരെയും അത് കറക്റ്റാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ എഞ്ചിനീയറിങ്ങിന് പോയില്ല എന്ന് ആഗ്രഹിച്ചു, കറക്റ്റ് ഞാൻ എഞ്ചിനീയറിങ്ങിന് തന്നെ പോയി. അങ്ങനെ ബിടെക് കഴിഞ്ഞു. ബിടെക് എനിക്ക് ഒരു താല്പര്യം ഇല്ലാതെ ഞാൻ പഠിച്ചതാണ്. പിന്നെ വീട്ടിൽ അത്യാവശ്യം നല്ല സ്ട്രിക്റ്റ് ആയതുകൊണ്ട് പാസ് ആവാതിരിക്കാൻ പറ്റില്ല. ഡിഗ്രി എന്തായാലും നമുക്ക് കയ്യിൽ വേണം. അതുകൊണ്ട് ഞാൻ പഠിച്ച് പാസ്സായി. പിന്നെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഞാൻ പതുക്കെ ജോലിയിൽ നിന്ന് ഇങ്ങനെ ജോലി കിട്ടി. ജോലിയിൽ നിന്ന് മാറി ഈ ആങ്കറിങ് പരിപാടി സൈഡിൽ കൂടി തുടങ്ങി ചെയ്ത് ആദ്യമൊന്നും ഒട്ടും കൺവിൻസ്ഡ് അല്ലായിരുന്നു വീട്ടുകാർ. കാര്യം വീട്ടിൽ അച്ഛനും അമ്മയും ഗവൺമെന്റ് എംപ്ലോയീസ് ആണ്, ചേച്ചിമാരെല്ലാവരും ജോലിയുള്ള ആൾക്കാരാണ്. അപ്പം ഞാൻ മാത്രം തലതിരിഞ്ഞു പോയി എന്നുള്ളൊരു പേരാണ്. ഇപ്പോഴും എനിക്ക് തോന്നുന്നു നെയ്ബേഴ്സ് റിലേറ്റീവ്സും ഒക്കെ ഉണ്ടാവും. കുറച്ച് നാൾ മുമ്പ് വരെ പറയുമായിരുന്നു. അപ്പോൾ എല്ലാവർക്കും എന്തിനാ ഇത്രയും പഠിച്ചിട്ട് എന്തിനാ ഇങ്ങനെ നടക്കുന്നേ. എനിക്കൊരു കാര്യം ഭയങ്കര വിഷമമുള്ളത്, ഇപ്പോഴും ആൾക്കാർ എന്നെ കാണുമ്പോൾ എന്താ ജോലി എന്ന് ചോദിക്കും. ഓക്കെ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇവർക്ക് എന്താ ഇതൊരു ജോലിയായിട്ട് അത് പറ്റില്ല. അത് പറ്റില്ല. ആങ്കറിങ്, ആക്ടിങ് ഇതൊന്നും ജോലിയായിട്ട് ഇവിടെ ആരും അംഗീകരിക്കുന്നില്ല. അതെ, ശരിയാ. എന്നോട് ഇത് സൈഡായിട്ട് എന്ത് ചെയ്യുന്നുണ്ടല്ലേ, മെയിൻ ആയിട്ട് എന്താ ചെയ്യുന്നത്, വേറെ ജോലിയുണ്ടോ? അത് ഇനി മാറില്ല. അത് നമ്മളുടെ ഈ ഒരു സമൂഹത്തിൽ ഇത് മാറില്ല. ഇപ്പം അങ്ങനെ ഇപ്പം ആങ്കറിംഗിൽ സ്റ്റാർട്ട് ചെയ്തു, പിന്നെ TV ചാനലിലേക്ക് പോയി, സൂര്യ ടിവിയുടെ കോമ്പറ്റീഷൻ വിൻ ചെയ്ത് സൂര്യയില് ആങ്കറായിട്ട് വന്നു. ആങ്കറായിട്ട് ഞാൻ വന്നിട്ടില്ല. ആക്ച്വലി ആ ടൈം എന്ന് പറഞ്ഞാല് ഞാൻ ഈ എൻ്റെ ഒരു ജോലിയൊക്കെ റിസൈൻ ചെയ്തിട്ട് ഇങ്ങനെ കുറച്ച് ചെറിയ ഒരു ലോക്കൽ ഒരു കേബിൾ ചാനലിൽ ഞാനിങ്ങനെ വർക്ക് ചെയ്യുവാണ്. അപ്പോൾ അവിടെ ആങ്കറിങ്ങും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പ്രൊഡ്യൂസറായിട്ടൊക്കെ നിൽക്കുന്ന, പേരിന് പ്രൊഡ്യൂസർ എന്നൊക്കെ പറയുന്നതേ ഉള്ളൂ, വെറുതെ നിൽക്കുകയാണ്. അപ്പോൾ ആ ടൈമിലാണ് ഞാനിങ്ങനെ സൂര്യ ടിവിയിൽ ബി ദ വിജയുടെ ആ ഒരു ഓഡിഷനൊക്കെ കണ്ട് അപ്ലൈ ചെയ്ത് പോകുന്നത്. അപ്പോൾ ഭയങ്കര പ്രതീക്ഷയായിട്ട് ഞാൻ പോയി ചെയ്തു. അതിനകത്ത് വിന്നറായി. അപ്പോൾ വിന്നറിന് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ അവിടുത്തെ സൂര്യ മ്യൂസിക്കിൽ ആങ്കറായിട്ടുള്ള ജോലിയാണ്. അപ്പോൾ ഞാനിങ്ങനെ ഒരു വിധത്തിൽ വീട്ടുകാരെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് വെച്ചേക്കുക, എനിക്കിപ്പോൾ ഇവിടെ കിട്ടും, സൂര്യയിൽ ഞാൻ പെർമനൻ്റ് ആയിട്ട് എംപ്ലോയി ആയിട്ട് കയറാൻ പോവാണ് എന്ന് പറഞ്ഞു. അപ്പോൾ പക്ഷെ ആ ടൈമിൽ ചാനലിന് എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. എംപ്ലോയീസ് എല്ലാം ചേർന്ന് എന്തോ ഒരു സ്ട്രൈക്ക് പോലെയൊക്കെ ആയിട്ട് നമ്മളെ ഈ പുതിയ ആങ്കേഴ്സിനെ അവരെടുക്കുന്നത് അവരങ്ങ് നിർത്തിവെച്ചു. അപ്പോൾ 1 month വെയിറ്റ് ചെയ്തു, 2 month വെയിറ്റ് ചെയ്തു, അവരുടെ അടുത്തുനിന്ന് ഒരു ഇതുണ്ടാവുന്നില്ല. ആ ടൈം കൊണ്ട് വീട്ടിൽ ഭയങ്കര പ്രശ്നം. എന്തായാലും ഉടനെ ജോലിക്ക് പോയാൽ പറ്റൂ, വെറുതെ വീട്ടിൽ നിൽക്കുന്നു എന്നുള്ളൊരു ഇതായി. പിന്നെ വീണ്ടും എനിക്ക് ജോലിക്ക് പോകേണ്ടി വന്നു. വീണ്ടും ഒരു കമ്പനിയിൽ കയറി, വീട്ടുകാരുടെ നടപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ സൂര്യ ടിവിയിൽ ആക്ച്വലി നടന്നിട്ടില്ല. ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ടില്ല. ഇല്ല. പിന്നെ ഈ കമ്പനിയിൽ കയറിയിട്ട് ഞാൻ വേറെ ദൂരദർശനിൽ ഒരു പ്രോഗ്രാം ചെയ്യുമായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിലെ ആഗ്രഹം പോലെ തന്നെ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള കമ്പനിയായിരുന്നു. അപ്പോൾ അത്യാവശ്യം കുറച്ച് പാരകളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ദൂരദർശനിൽ ആ കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ വേറെ ചാനൽസിലൊന്നും പോയി നമ്മൾ ഒന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ ഞാൻ ദൂരദർശനിൽ ഒരു ലൈവ് ചെയ്തു. അത് ആരോ എടുത്ത് കമ്പനിയിൽ കൊണ്ട് കാണിച്ചു കൊടുത്തു. അപ്പം അങ്ങനെ എനിക്ക് അവർ പറഞ്ഞു, മെമ്മോ ഒക്കെ തന്ന് ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ പിന്നെ എനിക്കതൊരു റീസണായി. ഞാൻ പേപ്പർ ഇട്ടു, ഹാപ്പി ആയിട്ട് ഞാൻ പേപ്പർ ഇട്ടിട്ട് പിന്നെ ഫുള്ള് ഇതിലേക്ക് പിന്നെ ഒരു ജോലി ചെയ്യേണ്ടി വന്നിട്ടില്ല. എനിക്കുണ്ടായിരുന്നു. ഞാൻ വേറെ കമ്പനിയിൽ വർക്ക് ചെയ്യായിരുന്നു. അപ്പൊ ഇവിടുന്ന് ഓഫർ ഒന്ന് കയറി, എന്നിട്ട് അവർ പറഞ്ഞു ഒന്നില്ലെങ്കിൽ അവിടെ അല്ലെങ്കിൽ ഇവിടെ. ഞാൻ ഓക്കെ ബൈ, അങ്ങനെ ഇങ്ങോട്ട്. അതാർക്കും മനസ്സിലാവില്ല. അതാ നമ്മളിങ്ങനെ ഇപ്പം ടിവിയിലും ഇപ്പം ആങ്കറിങ് തുടങ്ങി, ഇപ്പം ആക്ടിങ് തുടങ്ങി. അപ്പം ഇങ്ങനെ ഇപ്പൊ ചില ആക്ടേഴ്സിനെ പോലെ ഉണ്ടെന്നൊക്കെ നമ്മളിങ്ങനെ പറയില്ലേ, അതേപോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ കുറെ കോമന്റ്സ് ഒക്കെ കണ്ടിട്ടുണ്ട്, പണ്ടത്തെ ആക്ട്രസ് ലിസിയുടെ ഫേസ് കട്ട് ഉണ്ടെന്നൊക്കെ. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെ 2-3 കമന്റ്സ് കണ്ടിട്ടുണ്ട്. ഉണ്ട്. നേരിട്ട് പറഞ്ഞിട്ടില്ല? നേരിട്ട് പറഞ്ഞിട്ട് പണ്ട് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പൊ പക്ഷെ അങ്ങനെ തോന്നുന്നുണ്ടോ? ഞാനത് പറയണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ആ ഒരു ഫേസ് കട്ട് ഉണ്ട്. പൂർണിമയുടെ പേര് കുറെ പേര് പറഞ്ഞിട്ടുണ്ട്. പൂർണിമ ഇന്ദ്രജിത്താണ് പണ്ടത്തെ നടി. പക്ഷെ എനിക്ക് ലിസിയുടെ കുറച്ചുകൂടി ചിരിയും ഇവിടേക്ക്. ഓക്കെ, പുള്ളിക്കാരി കേക്കണ്ട, നല്ലല്ലേ? ഓക്കെ, എന്തായാലും ഒരു ചെറിയൊരു ടാസ്ക് ഉണ്ട്. നമുക്ക് ടാസ്കിലേക്ക് പോയിട്ട് ബാക്കി വിശേഷങ്ങൾ. ഓക്കെ.
ടാസ്ക് എന്താന്ന് വെച്ചാല് ഇപ്പൊ നമ്മള് മറ്റേ നവരസങ്ങളില്ലേ അത് തരും. ഞാൻ ഓടുന്നു. വേണ്ട, ഇരുന്ന് ചെയ്താൽ മതി. അയ്യോ, സിമ്പിൾ ആയിട്ട് കാണിച്ചാൽ മതി. കാരണം ഭയങ്കര പ്രൊഫഷണൽ ആയിട്ട് കാണിക്കണം. അല്ല, പ്രൊഫഷണൽ ആയിട്ട് കാണിക്കാൻ എനിക്ക് അറിഞ്ഞൂടാ. അറിയുന്ന പോലെ കാണിച്ചാൽ മതി. പിന്നെ അത് കൂടാണ്ട് ലാസ്റ്റ് ഞാൻ തന്നെ കണ്ടെത്തിയ ഒരു 3 രസം കൂടി കാണിക്കും. ഓ, അത് കൊള്ളാലോ. ഞാൻ തന്നെ കണ്ടുപിടിച്ച സാധനങ്ങൾ എനിക്കൊന്ന് കാണിച്ചു തരണം കേട്ടോ. ഞാനല്ല, അല്ല, ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് മസ്താനി കാണിച്ചു തന്നാ മതി. എന്നത് കട്ട്. ഫസ്റ്റത്തെ അത് ഈസിയാ, ശൃംഗാരം. എന്റെ ദൈവമേ, അതിനെ പറ്റി ആരും ഇപ്പൊ ഇവിടെ ഇല്ലാന്ന്. ഓ, എല്ലാരെയും അപമാനിച്ചു. എന്നാൽ ഉണ്ടെന്ന് വിചാരിച്ചു. ഓക്കെ, അല്ലെങ്കിലേ ഞാൻ ഇങ്ങനെ ചെയ്യാൻ ചമ്മലുള്ള ആളാ. അപ്പൊ അവിടെ ആക്ട് ചെയ്യാൻ ഇങ്ങനത്തെ അപ്പൊ എനിക്ക് പ്രശ്നമില്ല. ഇല്ല. പക്ഷെ ഇങ്ങനെയൊക്കെ വരുമ്പോ എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. ശൃംഗാരം, നാണം എല്ലാം ഉണ്ട്. കരുണം, ഇത് എന്നോട് കരുണ കാണിക്കുന്നില്ല. അത് എന്നോട് കരുണ കാണിക്കൂ. മസ്താനിയുടെ അടുത്താണ്. ഈ ടാസ്ക് മാറ്റി നമുക്ക് വേറെ ടാസ്ക് ചെയ്യാന്ന്. വേറെ തരാം. ലെറ്റർ ചലഞ്ച് അറിയോ? ഇല്ല. എന്താണെങ്കിലും ലെറ്റർ ആണല്ലോ. ഓക്കെ, ഞാനൊരു ലെറ്റർ തരും മലയാളത്തില്. പിന്നെ ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസിനും ആ ലെറ്റർ വെച്ചിട്ടാണ് ആൻസർ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഏത് കൊടുക്കും? വാ. വാ. അപ്പൊ എല്ലാ ഉത്തരങ്ങളുടെ മുന്നിൽ വാ വേണം. വാ വെച്ച് വേണം ആ ഉത്തരം സ്റ്റാർട്ട് ചെയ്യാൻ. എന്താ രാവിലെ കഴിച്ചേ? വട. അതെന്താ കാതിലിട്ടേക്കുന്നത്? കിളിക്കൂടാണോ? ഇതോ? സോറി. വള. വളയൊക്കെ കാതിലിടും, ഞങ്ങളൊക്കെ കയ്യിലിടുക. ചിന്തിച്ചിട്ടൊക്കെ ഉത്തരം ലോജിക്ക് വേണ്ട. വധേ. വധയോ? ചിന്തിച്ചിട്ട് ഉത്തരം പറയണ്ടല്ലേ പറഞ്ഞേ. ലോജിക്ക് വേണ്ടെന്ന് പറയുമ്പോ ഇത്രേ വേണ്ട. ഈ ആങ്കറിങ് ആണോ ഇഷ്ടം, ആക്ടിങ് ആണോ ഇഷ്ടം? വടിയെടുത്ത് മസ്താനി ഞാൻ തല്ലും. ഇത് കഴിയുമ്പോ ഞാനത് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇഷ്ടപ്പെട്ട നടനാരാ? വിനീത്. വിനീതിന്റെ കൂടെ ഒരു ഫിലിം ആക്ട് ചെയ്യാൻ അവസരം കിട്ടിയ ആ സിനിമയ്ക്ക് എന്ത് പേരിടും? വിനീത് ശ്രീനിവാസനാണേ. ഓക്കെ, വിനീത് ശ്രീനിവാസന്റെ കൂടെ ഒരു സിനിമ ആക്ട് ചെയ്യാൻ ചാൻസ് കിട്ടിയ ആ സിനിമയ്ക്ക് എന്ത് പേരിടും? വാനം. എന്തുകൊണ്ട് വാനം? വിശേഷങ്ങൾ, വികാരം. ക്യാരക്ടർ പോലെ ഉണ്ട്, ഒരു ബന്ധമില്ല. ഈ ഡ്രസ് എവിടുന്ന തയ്പ്പിച്ചേ? ഏതോ ഒരു അതിന് തോറ്റിരിക്കുകയാണ്. ഞാൻ തോറ്റു, മസ്താനി ജയിച്ചു. പക്ഷെ നല്ല ഗെയിമാ. നല്ല രസമുള്ള ഗെയിമാ. എല്ലാരും അത്യാവശ്യം പിടിച്ചു നിൽക്കാറുണ്ട്. ഞാൻ മാത്രമാണല്ലേ തോറ്റുപോയത്. അതാ ഞാൻ തിരിച്ചു ചോദിക്കട്ടെ. ടങ് ട്വിസ്റ്റർ തരാം, മസ്താനി പറയേ. ഓക്കെ. കരടി ഇളം കരടി, കരടിയുടെ പെടലി ഇളം പെടലി. പറയ്. കരടി ഇളം കരടി, കരടിയുടെ പെടലി ഇളം പെടലി. ചില്ലറക്കാരിയൊന്നും അല്ല. അരെ സോണിയ പോരട്ടെ. ശരി, അപ്പൊ ഞാൻ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ക്വസ്റ്റ്യൻ ആണേ. കാര്യം അതോ ടങ് ട്വിസ്റ്റർ വേണോ? ഏത് വേണം? ഏത് ഈസി? രണ്ടും ചെയ്യാം. ആദ്യം ടങ് ട്വിസ്റ്റർ ഒന്നുകൂടെ ചോദിക്കാം. എന്നോട് ദേഷ്യം ഉണ്ടല്ലോ. കുന്തി ദേവി കുണ്ടിലിരുന്ന് കിണ്ടി കഴുകി, കിണ്ടി കുണ്ടിൽ വീണത് കുന്തി കണ്ടില്ല. പറ. ഒന്നുകൂടി പറ. കുന്തി ദേവി കുണ്ടിലിരുന്ന് കിണ്ടി കഴുകി, കിണ്ടി കുണ്ടിൽ വീണത് കുന്തി കണ്ടില്ല. കുന്തി ദേവി കുണ്ടിലിരുന്ന് കിണ്ടി കഴുകി, കിണ്ടി കുണ്ടിൽ വീണത് കുന്തി കണ്ടില്ല. ഞാൻ പക്ഷെ തെറ്റോന്ന് വിചാരിച്ചു. എനിക്ക് വയ്യ. അടിപൊളി. എന്തായിരുന്നു? ഇതുവരെ ആരും കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല കേട്ടോ. മസ്താനിയാണ് ആദ്യം ഞാൻ ചോദിച്ചിട്ട് ഇത്രയും തെറ്റാതെ അതും ഒറ്റ പ്രാവശ്യം കറക്റ്റ് ആക്കിയത്. എന്ത് ചെയ്യാനാ? പാവത്തുങ്ങൾക്ക് ഇങ്ങനെ ബുദ്ധി കൊടുക്കില്ലേ? പഠിക്കണ സമയത്ത് ഇതൊന്നും കിട്ടില്ല. ഓക്കെ. ഒരച്ഛനും മോനും
ഒരു മരുഭൂമിയിൽ അകപ്പെട്ടു പോയി. അപ്പോൾ മോൻ്റെ കയ്യിലൊരു മുട്ടായി മാത്രമേ ഉള്ളൂ. അവരെങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെടും? ഓ, ഈ സാധനം എനിക്കില്ല. ഞാൻ CBSE സ്റ്റുഡൻ്റ് ആയിരുന്നു. ഇത് കുറച്ച് ബുദ്ധിയുള്ള ആൾക്കാർക്ക് മാത്രം പറയാൻ പറ്റുന്ന. മിഠായി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ മിഠായി ഉണ്ട് വായില് കൊതി കൊണ്ട് കപ്പൽ വന്നു. ആ കപ്പൽ കിൻഡർ ജോയ് ആയിരിക്കും. കപ്പലിൽ പോവാ മരുഭൂമിയിൽ എന്തിനാ കപ്പല്? അങ്ങനെയൊക്കെ പോകുന്നത്. ആ ഓക്കെ, കിൻഡർ ജോയ് ആയിരിക്കും. കിൻഡർ ജോയിന്റെ ഗിഫ്റ്റ്. കിൻഡർ ജോയ് എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, ഏതോ ഒരു മിഠായി. എന്താ അത്? ഞാൻ തോറ്ററിയും, വിഷമാവണ്ടല്ലോ. തോറ്റു. അച്ഛൻ മോനോട് പറയും ആ ചോക്ലേറ്റ് കഴിക്കാൻ. അപ്പൊ മോൻ സന്തോഷവാനാവും. ആ വാനിൽ കയറി അവര് പോകും. എന്നാ ഞാൻ നോക്കി കഴിഞ്ഞിട്ടില്ല. ഈ വാനിൽ കയറി അവരിങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോ ഒരു ഐസ്ക്രീം പാർലർ എത്തും. അപ്പൊ അവിടെ വെച്ച് ഈ വാൻ അങ്ങ് പെട്ടെന്ന് അപ്രത്യക്ഷമാവും. അപ്പൊ അച്ഛൻ എന്ത് ചെയ്യും? മോന് ഒരു ഐസ്ക്രീം മേടിച്ചു കൊടുക്കും. അപ്പൊ മോൻ വീണ്ടും സന്തോഷവാനാവും. പക്ഷെ വാൻ വന്നില്ല. എന്തുകൊണ്ട്? വീണ്ടും വാൻ വന്നില്ല. വാൻ അപ്രത്യക്ഷമായല്ലോ. മോൻ സന്തോഷവാനായപ്പോഴാണല്ലോ ആദ്യത്തെ വാൻ വന്നത്. ഇപ്പോഴും സന്തോഷവാനായി ഐസ്ക്രീം കഴിച്ചപ്പോ. പക്ഷെ വാൻ വന്നില്ല. ടയർ പഞ്ചറായിട്ടുണ്ടോ? പെട്രോൾ ഇല്ല. ട്രാഫിക് അല്ല, വാനില ഐസ്ക്രീം ആയിരുന്നു. ചോദിക്കട്ടെ, ഒരു 4 ഫ്രണ്ട്സ് ഒരു കാട്ടിൻ്റെ അകത്തായിപ്പോയി. അവരുടെ കയ്യിൽ റേഡിയോ മാത്രമുണ്ട്. അപ്പൊ ഇവരിങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു പുലി വരുക ഓപ്പോസിറ്റ്. അപ്പൊ ഇവരുടെ കയ്യിൽ റേഡിയോ മാത്രമേ ഉള്ളൂ. ഇവരെങ്ങനെ രക്ഷപ്പെടും? 4 ഫ്രണ്ട്സ്, റേഡിയോ, പുലി വന്നു. റേഡിയോ വല്ല ഓൺ ചെയ്ത് എയർലൈൻ അല്ലല്ലേ? ക്ലൂ ഉണ്ടോ? ക്ലൂ നേരത്തെ പോലത്തെ ക്വസ്റ്റ്യൻ അല്ലേ? അതെ, അത് മനസ്സിലായി. എനിക്ക് അത്രയും ബുദ്ധിയില്ല. തോറ്റു എന്ന് പറയും. തോറ്റ. റേഡിയോ അല്ലേ ഉണ്ടായിരുന്നത്? 4 പേരല്ലേ? ഒരു റേയും ഒരു ഡിയോയും. 2 പേര് വെച്ച് കേറിയിട്ട് വണ്ടി ഓടിച്ചു പോകും. സിമ്പിൾ. റേഡിയോ. അയ്യോ, ഇത് എവിടെ നിന്ന് കിട്ടി? ഇത് ഞാൻ തന്നെ കണ്ടുപിടിച്ച ക്വസ്റ്റ്യൻസാ. ഉണ്ടോ? ഇല്ല, ഇനി ഉണ്ട്. പക്ഷെ വേണ്ട. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഇത്രയും ചോദ്യങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ കഴിവുള്ള ആൾ എന്തുകൊണ്ട് ഡോക്ടറിന്റെ എൻട്രൻസ് എഴുതിയില്ല? എന്റെ ദൈവമേ, ഞാൻ പോണു. റിപ്പീറ്റ് ചെയ്യാൻ എന്നെ വീട്ടുകാരെ സമ്മതിച്ചില്ല. എനിക്ക് 26,000 സംതിങ് ആയിരുന്നു റാങ്ക്. ഞാൻ റിപ്പീറ്റ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ 10-നകത്തെങ്കിലും വരില്ലായിരുന്നോ? 26. അപ്പൊ അടിപൊളി ചോദ്യങ്ങളും അടിപൊളി ഉത്തരങ്ങളൊക്കെ. താങ്ക് യു. ഇതിപ്പോ ആരാ ഗെയിം കളിച്ചേ? പക്ഷെ കൊള്ളായിരുന്നു. വീട്ടിൽ പോയി തപ്പിട്ട ചോദ്യങ്ങൾ എനിക്ക് തരണം. ഓക്കെ, സെറ്റ്. ഇനി എന്റെ ഷോയിൽ വന്ന ആൾക്കാരുടെ ഒരു ചോദ്യത്തിന് 100 രൂപ. ഇപ്പോ നമ്മൾ ബാക്കിയുള്ള വിശേഷങ്ങളിലേക്ക് വരുമ്പോ എനിക്ക് തോന്നുന്നു കുടുംബവിളക്കിന്റെ സമയത്തായിരുന്നു മാരേജ്. അതെ അല്ലേ? കുടുംബവിളക്ക് കയറി കുറച്ച് മഞ്ചായപ്പോഴായിരുന്നു. ലവ് മാരേജ് ആയിരുന്നു. അതെ. എങ്ങനെയായിരുന്നു ആ ലവ് സ്റ്റോറി? ലവ് സ്റ്റോറി അങ്ങനെ ഒരുപാട് പറയാനുള്ളൊരു ലവ് സ്റ്റോറി. നമ്മളൊരു 4. ഞങ്ങള് ഒരുമിച്ച് വർക്ക് ചെയ്യുമായിരുന്നു. അപ്പൊ അന്നേരം പരിചയപ്പെട്ട. പിന്നെ ഇങ്ങനെ പരിചയപ്പെട്ടു. ഞങ്ങൾ 2 പേരും ജോലി റിസൈൻ ചെയ്തു. പുള്ളി പഠിക്കാൻ വേണ്ടി പോയി. ഞാൻ ഈ ആങ്കറിങ് അതിലേക്ക് വന്നു. എന്നിട്ട് ജോലി കിട്ടി. 2020 കല്യാണം കഴിച്ചു. ഇപ്പൊ ഒരു ബേബി ഉണ്ട്. കല്യാണം കഴിച്ച് 3 years. അപ്പൊ ആരാ ആദ്യം പ്രപ്പോസ് ചെയ്ത്? എങ്ങനെയായിരുന്നു? അതൊക്കെ പറയണോ? അല്ല, പ്രപ്പോസ് ചെയ്തത് പുള്ളി തന്നെ. അങ്ങനെ ഭയങ്കര ഒരു എന്താ പറയാ, ഒരു ഒത്തിരി അങ്ങ് പ്രേമിച്ച് നടന്ന അങ്ങനത്തെ ഒരു കഥയല്ല. എനിക്ക് മുമ്പൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതിൻ്റെ ഒരു വിഷമത്തിൽ ഇരിക്കുന്ന സമയമായിരുന്നു. അപ്പൊ അന്നേരം ഇങ്ങനെ ഒരു അപ്രോച്ച് വന്നപ്പോൾ തന്നെ ഞാൻ ഫസ്റ്റ് പറഞ്ഞത് എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ അമ്മയോട് സംസാരിക്കണം. അപ്പൊ അമ്മ അച്ഛനോട് പറഞ്ഞ് വീട്ടുകാരറിഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോവാം എന്നായിരുന്നു. പക്ഷെ ആളതുപോലെ ചെയ്തു.
ഞാൻ എൻ്റെ അമ്മയും കൊണ്ടൊരു റെസ്റ്റോറൻറ്റിൽ വന്നു. അപ്പോൾ അമ്മ അടുത്ത് വന്നിങ്ങനെ സംസാരിച്ചു, എനിക്കിങ്ങനെ ഇവളെ ഇഷ്ടമാണ്, കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചു. അപ്പോൾ അമ്മ അച്ഛനോട് പറഞ്ഞ് അച്ഛൻ അന്വേഷിച്ചപ്പോഴേക്കും ഇങ്ങനെ നെയ്ബേഴ്സിനെ ആരോ വിട്ട് അന്വേഷിപ്പിച്ചു. അപ്പം പുള്ളിയുടെ വീട്ടിൽ ഇത് അറിഞ്ഞു. അവർക്കും ഒരു ഐഡിയ ഇല്ലായിരുന്നു, ഞങ്ങൾ ജസ്റ്റ് പരിചയപ്പെട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ അവരിങ്ങനെ അറിഞ്ഞു. അവർ ചോദിച്ചപ്പോഴേക്കും പിന്നെ പുള്ളി എന്തോ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്തങ്ങ് നിന്നു. പിന്നെ എൻ്റെ വീട്ടിൽ ഓക്കെ ആയിരുന്നു. പിന്നെ നമ്മളങ്ങ് മുന്നോട്ട് കൊണ്ടുപോയി. അതെ, അതുകൊണ്ട് അങ്ങനെ വലിയൊരു ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ലവ് കം അറേഞ്ച്ഡ് മാരേജ്. അതെ. നമ്മള് സാധാരണ കുറെ നാള് പ്രണയിച്ച് പിന്നീട് ഇങ്ങനെ വിവാഹം കഴിക്കാനൊക്കെ അങ്ങനെ പോവും നോർമലി. ഇപ്പം പെട്ടെന്ന് പരിചയപ്പെട്ടു, പെട്ടെന്ന് തന്നെ വീട്ടിൽ വന്ന് സംസാരിച്ചു. അപ്പൊ എന്തായിരുന്നു ആ ഒരു പോയിന്റ്, ഓക്കെ ഇതാണ് എൻ്റെ ലൈഫ് പാർട്ട്ണർ എന്ന് തോന്നാനുള്ളൊരു റീസൺ? അയ്യോ, ശരിക്കും ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് അങ്ങനെയല്ല. എനിക്ക് ആളുടെ സംസാരത്തിൽ ഭയങ്കര ഇഷ്ടപ്പെട്ട കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ലതായിട്ട് തോന്നി. കുറച്ച് എന്നെ മനസ്സിലാക്കുന്ന ഒരാളായിട്ട് തോന്നി. പിന്നെ അത്യാവശ്യം സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു വീട്ടിലാണ്. ഭയങ്കര സ്ട്രിക്റ്റ് എന്നല്ല ഞാൻ പറയുന്നത്, ബട്ട് സ്റ്റിൽ എല്ലാത്തിനും എന്തൊരു കാര്യം ചെയ്യണമെങ്കിലും ഇങ്ങനെ നമുക്ക് ഇന്നതേ ചെയ്യാവൂ, അങ്ങനെ പോവാവൂ എന്ന് പറയുന്ന ഒരു വീടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം ഞാൻ കണ്ടൊരു വ്യക്തി എൻ്റെ ഭർത്താവാണ്. പുള്ളിയാണ് എനിക്ക് മറ്റേ ഫ്രീഡം തരുന്ന ആള്. അപ്പോൾ അതായിരിക്കണം എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തൊരു ക്വാളിറ്റി. നിനക്ക് ഇഷ്ടമുള്ളത് നീ ചെയ്യുമെന്ന് പറഞ്ഞൊരു കോൺഫിഡൻസ് തരും. അത് ഇപ്പം നമ്മുടെ കുടുംബവിളക്കിലെ അനന്യനെ പോലെയാണോ റിയൽ ലൈഫില് ആതിര? എങ്ങനത്തെ ഒരു മരുമകളാണോ? ആദ്യം ഞാൻ ചെയ്യുമ്പോൾ അമ്മയുടെ അടുത്ത് എല്ലാവരും പറയുമായിരുന്നു എന്തു സാധനമാണ്. അപ്പൊ അവരൊക്കെ ഇങ്ങനെ അമ്മയെ പറഞ്ഞ് പേടിപ്പിക്കുമായിരുന്നു, കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ ഇങ്ങനെ ആയിരിക്കും. അമ്മ ആക്ച്വലി ഒരു പാവം വീട്ടമ്മയാണ്. അമ്മയ്ക്ക് അങ്ങനെ വലിയ പുറംലോകമായിട്ട് എക്സ്പോഷർ ഇല്ലാത്ത ആളാണ്. അപ്പോൾ അമ്മയ്ക്ക് പിന്നെ എന്നെ അറിയാം. ഞാൻ പറഞ്ഞില്ലേ, വീട്ടുകാർ തമ്മിൽ നമ്മൾ നേരത്തെ അറിയുന്നതുകൊണ്ട് ഈ 4 കൊല്ലമായിട്ട് വീട്ടുകാരെ അറിയാം. അപ്പോൾ അതുകൊണ്ട് അമ്മയ്ക്ക് എന്നെ അറിയാം. അതുകൊണ്ട് അമ്മയ്ക്ക് അത്ര വലിയ പേടിയൊന്നും ഇല്ലായിരുന്നു. പക്ഷേ എനിക്ക് വളരെ നല്ലൊരു അമ്മായിയമ്മയാണ് കിട്ടിയേക്കുന്നത്. ഭയങ്കര നല്ല അമ്മയാണ്. ഞാൻ ആ കാര്യത്തിൽ ഭയങ്കര ലക്കിയാണ്. ഹസ്ബൻഡ് സീരിയൽസ് ഒക്കെ കാണാറുണ്ടോ? ചെയ്യുന്ന സീരിയൽ കാണാറില്ല. ഞാനൊരു 10 വട്ടം അയച്ചു കൊടുത്താൽ ഒരു പ്രാവശ്യം ചിലപ്പോൾ കാണും. കണ്ടിട്ട് പിന്നെ ചുമ്മാ കളിയാക്കിക്കൊണ്ടിരിക്കും എന്നെ. മസ്താനിന്റെ പ്രോഗ്രാം ഒക്കെ കാണാറുണ്ട് കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ്. ഞാനിപ്പോൾ ഇങ്ങോട്ട് വരികയാണെന്ന് പറഞ്ഞപ്പോഴും എന്നോട് ചോദിച്ചു ആരാ ഇൻ്റർവ്യൂ ചെയ്ത മസ്താനിയാണോ? അവർ അറിയില്ല. ഞാൻ ആരാ വരുന്നത് എനിക്ക് അറിയത്തില്ല പറയാന്ന് പറഞ്ഞു. ആള് മറ്റേ കൂടുതൽ എങ്ങനത്തെ യൂട്യൂബ് പിന്നെ മൂവീസ് ഭയങ്കര ഭ്രാന്തുള്ള ആളാണ്. എല്ലാ സിനിമ ഇങ്ങനെ ഇരുന്ന് കണ്ട് ഇങ്ങനെ അതിനെ ഭയങ്കര ടെക്നിക്കൽ വശം സംസാരിക്കുന്ന ഒരാളാണ്. ഞാൻ അങ്ങനെയൊന്നും അല്ലാത്ത ഒരാളാണ്. പക്ഷെ എനിക്ക് രാജുവിൻ്റെ കൂടെ കൂടിയതിന് ശേഷം ഞാൻ മൂവീസിനെ കുറച്ച് സീരിയസ് ആയിട്ട് കാണാൻ തുടങ്ങി. ആ ഇൻഫ്ലുവൻസ് എനിക്കിപ്പോൾ ഉണ്ട്. ഒരു മൂവി ഇറങ്ങി അത് കാണണം, അങ്ങനെ ഒരു തോന്നലുണ്ട്. മൂവീസിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇപ്പം സീരിയലിൽ നിന്ന് മൂവിയിലേക്കുള്ള ഒരു എൻട്രി, അതിനെക്കുറിച്ച് സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ കുറേ എന്താ പറയുക, മൂവീസിന് വേണ്ടി കുറേ ട്രൈ ചെയ്തിട്ടുള്ള ഒരാളാണ്. പല ഓഡീഷൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, കുറച്ച് മൂവീസ് ചെയ്തിട്ടുമുണ്ട്. പക്ഷെ എനിക്ക് ഇതുവരെ ഒരു നല്ലൊരു ബ്രേക്ക് ത്രൂ എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ സ്റ്റിൽ വെയിറ്റിംഗ് ആണ്. കിട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷെ എങ്ങനെ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഓഡിഷൻസിനൊക്കെ പോയിട്ടുണ്ടോ? ഇഷ്ടം പോലെ. അയ്യോ, ആ ഒരു സമയത്ത് ഈ ആങ്കറിങ് എന്ന് പറഞ്ഞ് നടക്കുന്ന സമയം ഓഡീഷൻസ് അറ്റൻഡ് ചെയ്യൽ തന്നെയായിരുന്നു എൻ്റെ ജോലി. കുറേ ഓഡീഷൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഒരു ഓഡീഷൻ സായാഹ്ന വാർത്തകൾ എന്ന് പറയുന്ന ഒരു സിനിമയിൽ ഓഡീഷൻ എനിക്ക് കിട്ടി. ഞാൻ അതിനകത്ത് ചെയ്തു. പക്ഷെ പടം ഇറങ്ങിയപ്പോൾ എനിക്ക് തോന്നുന്നു ആ സീനൊന്നും ഇല്ലായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഫസ്റ്റ് അറ്റൻഡ് ചെയ്ത ഓഡീഷൻ എനിക്ക് കിട്ടി. പിന്നെ വേറൊരു മൂവിയിൽ ഒരു മെയിൻ ക്യാരക്ടർ ചെയ്തു. ആ മൂവി റിലീസായി. ഇനീഷ്യലി അത് അമീഗോസ് എന്ന് പറഞ്ഞാൽ എടുത്തത്, പക്ഷെ അത് റിലീസായത് ട്രോജൻ എന്നുള്ളൊരു പേരിലാണ്. അത് പക്ഷെ ആ മൂവിയൊന്നും അത്ര വലിയ റീച്ച് ആയിട്ടില്ല. പിന്നെ ലൂസിഫറില് അയ്യോ, അത് മറ്റേ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാലേ എന്നെ കാണാൻ പറ്റുള്ളൂ കേട്ടോ. ഞാൻ ലൂസിഫറുടെ ട്രെയിലർ വരുമ്പോ അതിനകത്ത് ഇങ്ങനെ പൃഥ്വിരാജ് നിൽക്കുമ്പോ ഒരു ക്ലോസ് ഷോട്ട് കാണിക്കുന്നുണ്ട്, സായികുമാർ ഒക്കെ ആയിട്ടുള്ള. അതിനകത്തൊരു ചെവിയുടെ പകുതി ഒരു ഹെഡ്സെറ്റ് വെച്ചിരിക്കുന്നത് അത് ഞാനാ. ഇത് ഞാൻ ഇങ്ങനെ എല്ലാരോടും ഹെഡ്സെറ്റ് ഉണ്ടോ
സത്യം പറഞ്ഞാൽ അതിന് പറ്റിയൊരു കാര്യം എന്ന് വെച്ചാൽ കുഴപ്പമില്ലാത്ത ഒരു കുഞ്ഞു വേഷമായിരുന്നു കിട്ടിയത്. അപ്പൊ അത് ഒരു 3-4 ദിവസത്തെ ഷൂട്ട് ഉണ്ടായിരുന്നു, അത് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരു ഡേ ഇതിന്റെ ബാക്കി ചെയ്യാനുള്ളതുണ്ട്. ആ ടൈമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ അമീഗോസ് എന്ന് പറയുന്ന മൂവിയിൽ ഞാൻ കാസ്റ്റ് ആവുന്നത്. അപ്പൊ അതിന്റെ വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞിട്ട് ഇവര് നമ്മളെ എറണാകുളത്ത് നിർത്തിയേക്കാം, ഷൂട്ട് ട്രിവാൻഡ്രത്ത് നടക്കുക ലൂസിഫർ. അപ്പൊ ഇവര് വിളിച്ചപ്പോ ഞാൻ അവിടെയാ. അപ്പൊ അവര് പറഞ്ഞു പോവാണെങ്കിൽ പൊക്കോ, നമ്മൾ ഇവിടെ വേറെ ആളെ വെക്കുമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് പോവാൻ പറ്റിയില്ല. അങ്ങനെ ആ ഡ്രസ്സ് കൊടുത്ത് വേറെ ആരുമാണ് അതിന്റെ ബാക്കി ചെയ്തത്. ഒരു പക്ഷെ ഞാൻ കുറച്ചുകൂടി ചെയ്തിരുന്നെങ്കിൽ ഇച്ചിരി കൂടെ കാണാൻ പറ്റുമായിരുന്നു. ഒരു 2 സീനിൽ എന്റെ മുഖം കാണാൻ പറ്റും. അത് സൂക്ഷിച്ച് നോക്കണം. സീൻ വരുമ്പോ ഇങ്ങനെ പറയോ അടുത്ത സീനിൽ ഞാൻ സ്ക്രീൻഷോട്ട് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അതിന്റെ. പക്ഷെ ഒരു കാര്യം പറയാലോ, എന്തൊക്കെയാണെങ്കിലും ഞാൻ ഇത്ര കുറച്ചേ വന്നിട്ടുള്ളെങ്കിലും ഒരു 3-4 ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോഴേക്ക് ഇവരെയൊക്കെ കാണാൻ പറ്റി. അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു, ഭയങ്കര സന്തോഷമായിരുന്നു. മഞ്ജു വാര്യറിനെ കണ്ടു, പൃഥ്വിരാജ് ഓഫ് കോഴ്സ്. പുള്ളി ഒരു രക്ഷയില്ലാത്തൊരു ഡയറക്ടറാണ്. ഭയങ്കര എന്താ പറയാ, ഞാൻ പറഞ്ഞില്ലേ ഈ ഹെഡ്സെറ്റ് കാണുന്ന സീൻ, അതെന്ന് പറഞ്ഞാൽ അതിൽ ആകെ എൻ്റെ ഒരു ഷോട്ട് എടുത്തിട്ടുള്ളത് സ്ക്രീനിൽ നോക്കി കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുക. അതുവരെ പുള്ളി വന്ന് കാണിച്ചു തന്നു. കണ്ണിങ്ങനെ എങ്ങനെ ചെയ്യണമെന്ന് വരെ പുള്ളി കാണിച്ചു തന്നിട്ടുണ്ട്. പുള്ളി ഓരോ ആളുകൾക്കും ഇരുന്ന് പറഞ്ഞു കൊടുക്കും. ഞാൻ ഫസ്റ്റ് മീറ്റ് ചെയ്യാൻ പോകുമ്പോൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, അവിടെ ചെന്നിങ്ങനെ ഇരിക്കുമ്പോൾ അവരെന്നോട് പറഞ്ഞു ഇത് ഡ്രസ്സൊക്കെ ഇത് വേറെ ഡ്രസ്സ് വേണം, ഭയങ്കര മോഡേൺ ഡ്രസ്സ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു കൂട്ടി ഉടുപ്പൊക്കെ ഇട്ട് പോയി ചെന്ന് പൃഥ്വിരാജ് ഇങ്ങനെ എന്നെ മുഖത്ത് പോലും നോക്കിയില്ല. പുള്ളി ഇങ്ങനെ ഇരുന്നിട്ട് ഈ കുട്ടിക്ക് മറ്റേ ഡ്രസ്സ് എടുത്ത് കൊടുക്കൂ എന്ന് പറഞ്ഞിട്ട് എനിക്ക് മറ്റേ പാൻറ്റും കോട്ടും ഒക്കെ എടുത്ത് തന്നിട്ടാണ് ഇത് ചെയ്യുന്നത്. പുള്ളി പിന്നെ ഒട്ടും അത് എനിക്കറിയാത്ത ആളുകൊണ്ടായിരിക്കും അങ്ങനെ എനിക്കൊരു ഫ്രണ്ട്ലി പേഴ്സൺ ആയിട്ട് തോന്നിയിട്ടില്ല. പിന്നെ സെറ്റൊക്കെ ആണെങ്കിലും എല്ലാവരും ഭയങ്കര കാമാണ്, ഒച്ചയും ബഹളവും ഒന്നുമില്ല. എല്ലാവർക്കും ഒരു പേടിയുണ്ട്. എനിക്ക് അങ്ങനെയാ തോന്നിയത്, എനിക്കറിയില്ല. ഇച്ചിരി ഒരു ദേശക്കാരൻ പോലെ അങ്ങനെ ഫീൽ ചെയ്ത്. അതൊരു ചെറുതാണെങ്കിൽ കൂടി ഞാൻ അതൊരു വലിയൊരു എക്സ്പീരിയൻസ് ആയിട്ട് അത്രയും വലിയൊരു ബാനറും അത്രയും വലിയ സ്റ്റാർസും ഒക്കെ. പക്ഷെ എന്നാലും എനിക്ക് നാണവാ ഇതിന്റെ കാര്യം ചോദിക്കുമ്പോ. കാര്യം എങ്ങനെ ഞാൻ സൂക്ഷിച്ച് എങ്ങനെ പറയും. പക്ഷെ ഇപ്പൊ എംപുരാൻ വരാൻ പോവല്ലേ, അപ്പൊ ഇല്ല എന്നാലൊരു എക്സ്പെക്ടേഷൻ എന്താ? എനിക്ക് ഒരു എക്സ്പെക്ടേഷനും ഇല്ല. എനിക്ക് ഓൾറെഡി അതിൽ ഒരു പാർട്ടായിരുന്നല്ലോ. അയ്യോ, അതിനകത്ത് എന്താ പറയാ, മറ്റേ നമ്മുടെ ടൊവിനോനെ ഗ്രൂം ചെയ്യാൻ വരുന്ന പുള്ളിയുടെ അസിസ്റ്റന്റ് ആയിട്ട് ബാക്കിൽ ഇങ്ങനെ നിൽക്കുക, ഇതായിരുന്നു എന്റെ ക്യാരക്ടർ. പിന്നെ ആകെ ഉണ്ടായിരുന്ന ഒരു ഗുണം, ടൊവിനോനെ കാണാൻ പറ്റി, കൈ പിടിക്കാൻ പറ്റി, ഷേക്ക് ഹാൻഡ് കൊടുത്തിട്ട് പിന്നെ ആ ദിവസം ഞാൻ കൈ കഴുകിയിട്ടില്ല. അത്രേ ഉള്ളൂ. എന്നാലൊരു എക്സ്പെക്ടേഷൻ എന്തായിരിക്കും? എക്സ്പെക്ടേഷൻ എന്താ, പടം അടിപൊളിയായിരിക്കുമല്ലോ. അതിൽ തന്നെ എനിക്ക് വേറെ ഇതൊന്നും ഇല്ല, എന്തായാലും സൂപ്പർ പടമായിരിക്കും. പൃഥ്വിരാജിന്റെ ഇതുവരെയുള്ള എല്ലാ പടങ്ങളും അടിപൊളിയല്ലേ. പിന്നെ ലാലേട്ടൻ ആ ഒരു കോംബോ ഓബ്വിയസ്ലി ഹിറ്റായിരിക്കും. ഓക്കെ. ഇനിയിപ്പോ മൂവീസിൽ എങ്ങനത്തെ ഇപ്പൊ ഇങ്ങനെ ഒരു ഡ്രീം റോളൊക്കെ ഉണ്ടോ? എനിക്ക് ഈ ക്യാരക്ടർ പോലെ ചെയ്യണം, അല്ലെങ്കിൽ ഈ ആക്ടറിന്റെ കൂടെ ആക്ട് ചെയ്യണം എന്നൊക്കെ ഒരു ഡ്രീം റോൾ ഉണ്ടാവില്ലേ? അങ്ങനെ ഇന്ന ക്യാരക്ടർ വേണം അങ്ങനെ എനിക്കില്ല. പക്ഷെ എനിക്ക് അതിയായ ആഗ്രഹമുണ്ട് മൂവി ചെയ്യാനായിട്ട്. മൂവീസിന്റെ ഓഫറിന് വേണ്ടി ഞാൻ വെയിറ്റിംഗ്. നല്ല ക്യാരക്ടേഴ്സ്, ഞാൻ അങ്ങനെ എനിക്ക് എന്താ പറയുക ഭയങ്കര ആഗ്രഹിച്ച് നായികയായിട്ട് ചെയ്യണം അങ്ങനെയൊന്നുമില്ല. എനിക്ക് നല്ല ക്യാരക്ടേഴ്സ് കിട്ടിയാൽ മതി. എനിക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല നല്ല ക്യാരക്ടേഴ്സ് കിട്ടിയാൽ ഞാൻ എൻ്റെ എന്താ പറയുക ലൈഫ് ഫുൾഫിൽ ആയെന്ന് ഞാനങ്ങ് കരുതും. നല്ലൊരു സിനിമയിൽ അഭിനയിക്കാം. പിന്നെ ടൊവിനോയുടെ കൂടെ അഭിനയിക്കാൻ പറ്റിയ അനിയത്തിയായിട്ടാണെങ്കിലും മതി, കുഴപ്പമില്ല. ടൊവിനോയാണോ ഫേവറേറ്റ് ആക്ടർ? അതെ അതെ അതെ, ക്രഷ്. ടൊവിനോയുടെ ഏറ്റവും ഇഷ്ടം ഏത് ഫിലിം കണ്ടിട്ടാ ക്രഷ് തോന്നി? ഓബ്വിയസ്ലി മായാനദി. മിക്കവരുടെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള. പിന്നെ എല്ലാ മൂവീസും ഇഷ്ടമാണ്, പക്ഷെ മായാനദി ഭയങ്കര ഇഷ്ടമാണ്. എത്ര തവണ കണ്ടിട്ടുണ്ട്? കുറേ തവണ കണ്ടിട്ടുണ്ട്. ഫോണിൽ എനിക്ക് ഇപ്പൊ റീസെന്റ് ഫോൺ മാറ്റിയപ്പോഴാ പോയത്, ഡൗൺലോഡ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. ആണോ? ടോവിനോട് അത്രയും ഡൈ ഹാർഡ് ഫാനാണ് ഞാൻ. ആക്ച്വലി ഡയാനയുടെ അടുത്ത് എപ്പോഴും പറയും, അവളിങ്ങനെ ഷോസ് ഇഷ്ടം പോലെ ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ ഗസ്റ്റ് ആയിട്ടൊക്കെ വരികയാണെങ്കിൽ നീ ഏതെങ്കിലും ഒരു പടം ചെയ്യുകയാണെങ്കിൽ നിന്റെ മാനേജറായിട്ട് ഞാൻ വരും, ടൊവിനോ അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ മതി എന്നൊക്കെ ഇങ്ങനെ ചുമ തമാശയ്ക്ക് പറഞ്ഞു വെക്കും.
എന്തായാലും ആഗ്രഹം പോലെ ടോയിനോട് തന്നെ ഇനി ഹീറോയിനായിട്ട് എങ്ങനെ ഇനി കിട്ടിയിട്ട് നമ്മള് ഇനി interview എടുത്താലോ? അപ്പൊ നാക്കൊന്ന് കാണിച്ചേ. എന്നാക്കല്ല, എന്നാലും അപ്പൊ ഞാൻ ഈ ബൈറ്റ് കട്ട് ചെയ്ത് കാണിക്കാം, എന്നിട്ട് മെമ്പർ ഷെയർ ചെയ്യാൻ പറയാം. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മള് കുറെ സംസാരിച്ചു. ഞാൻ വൈൻഡപ്പിലേക്ക് പോവാണ്. കഴിഞ്ഞ പരിപാടിയൊക്കെ കഥ നല്ല ഫണ്ണായിരുന്നു കേട്ടോ. Thank ഭയങ്കര നല്ല, എനിക്ക് ആക്ച്വലി വെറൈറ്റി മീഡിയ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എല്ലാ ഇതും കാണാറുണ്ട്. മസ്താനിയുടെയും കുറേ കണ്ടിട്ടുണ്ട്. ഇപ്പൊ റീസെന്റ് വൈറലായ പിക്കപ്പ് ലൈൻ ഇൻസ്റ്റ തുറക്കാൻ വയ്യായിരുന്നു, ഫുൾ അത് തന്നെയായിരുന്നല്ലോ. അപ്പൊ സത്യം പറഞ്ഞാൽ ഞാൻ അതുകൊണ്ടാണ് നോട്ട് ചെയ്ത് തുടങ്ങിയത്. അതിന് മുന്നേ കണ്ടിട്ടുണ്ട്, പക്ഷെ ആ ഒരു ക്ലിപ്പ് കണ്ടപ്പോൾ തൊട്ട് നോട്ട് ചെയ്ത് തുടങ്ങിയത്. അത് കണ്ടതിന് ശേഷം എല്ലാരും നോട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും അടിപൊളിയായിട്ട് പോട്ടെ, ഭയങ്കര വലിയൊരു ആങ്കർ ആയിട്ട് മാറട്ടെ. താങ്ക് യു. ഓ, അങ്ങോട്ട് അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദ ബെസ്റ്റ്. ഇനി ഭാവിയിൽ നമുക്ക് കാണാം. ഓക്കെ, പക്ഷെ ക്വസ്റ്റ്യൻസ് തരണം. തരാം. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. ഓക്കെ.